ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ എന്റെ കണ്ണു പോയത് ആ ഫോണിലേക്കായിരുന്നു. അതൊക്കെ ഇപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ആന്റിക്ക് മൈൻഡ് ആണല്ലോ പഴയ. മറ്റേ ഫിലോമിന ചേച്ചിയായിട്ടൊരു ഇതാ ഓർമ്മ വന്നത്. ഇത് പണ്ട് വർക്ക് ചെയ്തിരുന്ന ഫോണാണ്. വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്തിപ്പോ കണക്ഷൻ ഇല്ല. അത് മരത്തിന് ഭയങ്കര സ്റ്റെപ്പ്. ഈ മരത്തിന്റെ പണിയൊക്കെ എടുത്തോണ്ട് ഭയങ്കര സ്റ്റെപ്പ്. അദ്ദേഹത്തിന്റെ വിക്കിപീഡിയയിലുള്ള ബയോഗ്രഫിയിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ ഇപ്പൊ പറഞ്ഞ ആശാരിമാര് ഇരുത്തി വെച്ചുണ്ടാക്കണതാണ്. ഈ വാതിലുകളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിച്ചാല്. ആണോ? പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് വാതിലുകളെല്ലാം ഇവിടെ ഉണ്ടാക്കണതാണ്. ആശാരിമാര് വെച്ച് തന്നെ ഈ വാതില്, ഈ കോണിന്റെ കൈകളും പണിയൊക്കെ ഇതൊക്കെ മറ്റേ ഈ ഫാസിലിന്റെ വീട്ടില്, മോഹൻലാലിന്റെ വീട്ടില്, ഫാസിലിന്റെ വീട്ടിൽ ഇതാണ് എന്തായാലും ഈ സ്റ്റെയറിന്റെ ഈ ഫ്രെയിമാ. പിന്നെ വേറെ ആരൊക്കെ മോഹൻലാലിന്റെ വീട്ടിലിട്ട് പഴയ വീട്ടിലൊക്കെ ഉണ്ട് തോന്നുന്നു. ഇതൊക്കെ ഒന്നായിട്ട് വന്ന് ഒരാശാരിമാർ തന്നെ എടുത്തു. അപ്പൊ ഇത് ഈ വീട്ടിലുള്ള ഒരു മിനി ഡൈനിങ് ഏരിയ അതോ ഇതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ? ഇത് തന്നെയാണ്. ഇതൊക്കെ തേക്കാണൊക്കെ ഒക്കെ തേക്കാണ്. ഇതൊക്കെ ഡൽഹിയിൽ നിന്ന് കൊടുന്ന നേരത്തെ. അത് ശരി. മുകളിൽ കോഴിക്കോട് കുറെ കപ്പലടുപ്പിച്ച മാതിരി കപ്പൽ. ഇവിടെ ഓരോരുത്തർ ഗിഫ്റ്റ് ഒക്കെ വെക്കുന്നുണ്ടല്ലോ. എല്ലാം ഗിഫ്റ്റഡ് ആണല്ലേ? ഓരോ പരിപാടിക്ക് പോകുമ്പോൾ കിട്ടണം. ഒരുപാട് ആരോരുത്തർ കൊണ്ടുപോയത് അവിടെ ഇങ്ങനെ കിടന്നിട്ട് പൊടി പിടിച്ചെടുക്കൂലേ. ഇത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോ? ഇതെല്ലാരും കൂടെ ഊട്ടിയിലൊക്കെ പോയിട്ട് എടുത്താ. ഇക്കാണോ അറ്റത്ത് നിൽക്കുന്നേ? ഇത് റാംജുറാസ് ട്രക്കിങ്ങിന്റെ ഷൂട്ടിങ്ങിന് പോയിട്ട് എടുത്താ. നിങ്ങൾ അങ്ങനെ സെറ്റിലൊക്കെ പോവാറുണ്ടായിരുന്നു? ഇല്ല, മുമ്പൊക്കെ എപ്പോഴെങ്കിലൊക്കെ. ഇതിലൊക്കെ എവിടെ? ഇതിലിതാ അതാണോ ഇക്ക? ഇത് ഞാൻ. അത് മൂത്ത സിസ്റ്റർ, രണ്ടാമത്തെ സിസ്റ്റർ, ഇത് അനിയന്. ഇതൊക്കെ ഉമ്മന്റെ അനിയത്തി ഭർത്താവ് മക്കളാ ബാക്കിയത് കുവൈത്തില്. ഇപ്പം മാമുക്കോയ സാർ ഇപ്പൊ ഒരു നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? സാധാരണ മാതിരി തന്നെ, എല്ലാരും പോലെ തന്നെ. കൂടുതൽ ആവശ്യമില്ലാതെ ചെറുക്കിയ കളയാവുന്നില്ലല്ലോ. സിനിമ കാണുന്നവരുന്നുണ്ടാവില്ല. തമാശ ഒന്നും വീട്ടിലില്ല. സാധാരണ മാതിരി തന്നെ. എല്ലാ സിനിമ കാണുമ്പോലെ തമാശയും തഗ്ഗൊക്കെ പറഞ്ഞ അതൊന്നുമില്ല. ഇല്ല. അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അങ്ങനെ സ്ട്രിക്റ്റും അല്ല, സാധാരണ മാതിരി തന്നെ. ദേഷ്യപ്പെടലേ ഇല്ല, ദേഷ്യം പിടിക്കുകയില്ല. ദേഷ്യം പിടിക്കാത്തല്ല, ചീത്ത അറിയാൻ ചെയ്യില്ല. വളരെ അപൂർവമായിട്ടൊക്കെ എന്തെങ്കിലും പറയാം. അങ്ങനെയൊന്നുമില്ല, ദേഷ്യം പിടിക്കലേ ഇല്ല. ഭയങ്കര. ഇത് സിൽവർ വല്ലതും ആണോ? സിൽവർ എന്താ അറിയില്ല. അതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോന്ന് കൊണ്ടുവരും. ഫോറിൻ പരിപാടിക്കൊക്കെ പോയി വരുമ്പോ. അതേപോലെ തന്നെ അവിടെ കണ്ട മാതിരി ഒരു കുപ്പിക്കകത്തൊരു കപ്പല് നമുക്ക് കാണാം. തുറന്നാ കാണാം. ഇത് പീസ് ചെയ്യുന്നത് ഉപ്പന്റെ ജ്യേഷ്ഠന് മരിച്ചുപോയി. മൂപ്പര് ഇതൊക്കെ ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു കൊടുത്തു പറ്റാ മുമ്പേ. ഇത് പീസ് ഇങ്ങനെ ഈ ഇത് പിടിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഓരോ പീസ് വെച്ച് ഗമ്മ് വെച്ച് ചെയ്യണ. ഇതൊക്കെ അത് മരിക്കണ കുറച്ച് മുന്നാരോ കൊണ്ട് കൊടുത്താ. ഒരുപാട് വയക്കുണ്ട്. ഫസ്റ്റില് 90-ലൊക്കെ മുന്നുള്ള ഫോട്ടോ ആയിരിക്കും. ഇരിക്കല് ഇവിടെ ഈ മൂലയില. അതിനിവിടെ ഇങ്ങനെ പോയി കാണാൻ കഴിയില്ല. ഇവിടെ ആ കസേരയിലാണ് ഇരിക്കുക, സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുക. അവിടെ അറ്റത്ത് ഒരു സാധാ പ്ലാസ്റ്റിക് ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെയാണ് ഇരിക്കുക. അവിടെ ഇങ്ങനെ ഗേറ്റിലേക്ക് കാണാലോ. ഇക്കപ്പൊ ഇത് 30 വർഷം പഴക്കമുള്ള വീടാ പറഞ്ഞല്ലോ. സോ ഈ തടിയൊക്കെ അപ്പളേ അന്നേ ഉള്ള നേരത്തെ നിലമ്പൂര് അവിടെ നിന്ന് ലോഡ് എടുക്കണം. അപ്പൊ മരത്തിന്റെ ഒക്കെ ബന്ധമുള്ളതുകൊണ്ട്